തെന്മല തെന്മല ടൗണിൽ നിന്ന് കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നു. അവിടെ കുറച്ച് താഴെ ഇറങ്ങുന്ന ഒരു റിസർവ് ആണ്. ആ റിസർവ് കയറി കഴിഞ്ഞാൽ നമ്മുടെ സാഞ്ചുറി ഇങ്ങനെ പോയി ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് 2 വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വേറൊരു വഴി കൂടെ കറങ്ങി വീണ്ടും നമ്മൾ തിരിച്ച് മണ്ണാന്തറ ഈ പാർക്ക്. നമസ്കാരം, എല്ലാവർക്കും ജി ട്രാവൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സെന്തുറിന് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത്. 1 ഡേ ട്രക്കിംഗ് ആണ്. നമ്മൾ മണ്ണാന്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ട്രക്കിംഗ് പോകുന്നത്. ഏതാണ്ട് 6 മണിക്കൂർ നീളമുള്ള ഒരു ട്രക്കിംഗ് പാക്കേജാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 2 മണിക്കൂറും 1 മണിക്കൂറും നീളുന്ന നിരവധി ട്രക്കിംഗ് പാക്കേജുകളുണ്ട്. ഏതായാലും ബാക്കി കാഴ്ചകൾ നമുക്ക് പിന്നാലെ കാണാം. കേരളത്തിൽ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ ഇത് 1984 സ്ഥാപിതമായി. ചെന്തുരുണി മരങ്ങൾ ധാരാളമായി വളരുന്നതുകൊണ്ടാണ് ഈ കാടിന് ഇങ്ങനെയൊരു പേര് ലഭിച്ചത്. തെന്മലയാണ് ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. വീട് തുറക്കുന്ന മരം അല്ലേ? രാവിലെ 8:30 തന്നെ തെന്മല എക്കോ ടൂറിസം സെന്ററിൽ എത്തിച്ചേർന്നു. 9 മണിക്കാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. 6 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ ട്രക്കിങ്ങിനായി 5 പേരടങ്ങുന്ന ടീമിന് എൻട്രി ഫീ അടക്കം 8,700 രൂപയാണ് ഈടാക്കുന്നത്. പാക്കേജിന്റെ ഭാഗമായി കുടിവെള്ളവും ലൈറ്റ് റിഫ്രഷ്മെന്റും ലഭ്യമാക്കും. ഉച്ചഭക്ഷണം കയ്യിൽ കരുതുന്നതാണ് നല്ലത്. 2-3 ഗൈഡുകൾ ടീമിനൊപ്പം കൂടെയുണ്ടാവും. നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലേക്ക് ഇവിടുന്ന് സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഇവിടെ നമ്മളിപ്പോൾ വന്നത് തെന്മല സോഷ്യൽ ഫോറസ്റ്റ് തേക്ക് പ്ലാന്റേഷനകത്തൂടെ വന്നത്. പ്ലാന്റിങ് ഏരിയ ആണത്. കുറച്ച് ദൂരം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മണ്ണാന്തറ പോയിന്റ് എന്ന് പറയും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെന്തുരുണിയിലേക്ക്. ഇങ്ങോട്ടാണ് നമ്മുടെ ട്രക്കിംഗ് നടക്കുന്നത്. സ്റ്റാർട്ടിങ്. അങ്ങനെ ട്രക്കിംഗ് ആരംഭിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ആദ്യത്തെ കൗതുകം ഗൈഡ് സുമേഷിനം കാണിച്ചു തന്നത്. ആരോഗ്യപ്പച്ചയാണത്. പശ്ചിമഘട്ട വനമേഖലയിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഔഷധ സസ്യമാണിത്. വേനൽക്കാലം ആരംഭിച്ചതിനാൽ കാട് നിറയെ കരിയിലകളാണ്. കരിയിലകളെ ചവിട്ടാതെ നടക്കാൻ കഴിയാത്തതിനാൽ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കരിയിലകളുടെ ശബ്ദമാണ്. മറ്റൊരു പ്രത്യേകത ഇവിടെ വീശുന്ന കാറ്റാണ്. കാടിനുള്ളിൽ വീശുന്നതിനേക്കാൾ എത്രയോ ശക്തിയിലാണ് വൃക്ഷത്തലപ്പുകളെ കാറ്റ് ഉലയ്ക്കുന്നത്. 2 ആഴ്ച കൂടി ഇതുപോലെയുള്ള കാറ്റ് കാണുമെന്നാണ് സുമേഷ് ഏട്ടൻ പറഞ്ഞത്. ഇങ്ങനെ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ കൊമ്പുകൾ ഒടിഞ്ഞു വീഴുമെന്ന ഭയത്താൽ മൃഗങ്ങൾ തുറസായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കാറുണ്ടത്രേ. കണ്ടിട്ട് കൊക്കിനെ പോലെ ഇരിക്കുന്നു. ആണല്ലേ? നമ്മളിതാ ഒരു വലിയ മരം കാണുകയാണ്. ആ മരത്തിൻ്റെ അടുത്ത് നമ്മുടെ സജി നിപ്പുണ്ട്. ആ മരത്തിൻ്റെ വലിപ്പം കൃത്യമായിട്ട് അറിയണമെങ്കിൽ സജി അതിൽ നിൽക്കണം. ആ വേര് സത്യത്തിലൊരു വീടിൻ്റെ ഒരു ഭിത്തി പോലെ നമുക്ക് തോന്നും. എലപ്പൊങ്കല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരക്കയുടെയും മാങ്ങയുടെയും കൂടെ മണമാണ്. മാത്രമേ വേറെ ഒന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പേരക്കയുടെയും മാങ്ങയുടെയും കൂടെ സ്മെല്ലാണ്. തറയിൽ മുഴുവൻ പല നിറത്തിലുള്ള കരിയിലകൾ ഇങ്ങനെ കിടക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ കരിയിലകൾ ചവിട്ടിയുള്ള ശബ്ദം കേൾക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിലും നമുക്കതറിയാൻ വേണ്ടി സാധിക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ മരങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ കുനിഞ്ഞ് വേണം പോകേണ്ടത്. ഇത് ചുണ്ണാമ്പുള്ളിയല്ലേടാ? അപ്പം ഇത് കരിഞ്ഞാലി വള്ളിയാണ്. നമ്മൾ സാധാരണ കാടുകളിൽ പോകുമ്പോൾ കാണുന്നൊരു സാധനമാണ്. നല്ല കെട്ടിപ്പിണഞ്ഞ് സത്യത്തിൽ കരിഞ്ഞാലി വള്ളിയൊക്കെ കാണുമ്പോഴാണ് ഒരു കാടിൻ്റെ ഒരു ഫീല് നമുക്ക് വരുന്നത്.
ഈ വള്ളിയുടെ പേരെന്താ ചേട്ടാ? പുല്ലാഞ്ഞി വള്ളി. പുല്ലാഞ്ഞി വള്ളി. നാച്ചുറലായിട്ട് വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള കഴിവുണ്ട് ആ വള്ളിക്ക്. ഓ, ഇതിനകത്ത് വെള്ളം ഇത് മുറിച്ചാൽ വെള്ളം കാണുമോ? വെള്ളം കിട്ടും. ഓ, അത് ശരി. നേരത്തെ കണ്ടത് കരിഞ്ഞാലി, ഇത് പുല്ലാഞ്ഞി. ഈ വള്ളി മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഉണ്ടാവുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇതിലെ കൂടെയാണ് കുതിര സവാരികളൊക്കെ നടത്തിയിരുന്നത്. ഓ, അപ്പോൾ അവർ കൊണ്ട് കുതിരയെ കിട്ടുന്ന സ്ഥലമാണ് കുതിരാലയം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. കുതിരാലയം ബ്രിട്ടീഷുകാരുടെ കാലത്തെ കുതിരലായമാണ്. ഇത് വെറും കല്ലുകളല്ല, ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കാട്ടിൽ കൂടി എത്ര മനുഷ്യർ സഞ്ചരിച്ചിരുന്നു എന്നതിൻ്റെ അവശേഷിപ്പുകളാണ്. കാട് പ്രത്യക്ഷത്തിൽ കാണുന്ന സൗന്ദര്യം മാത്രമല്ല, ചരിത്രങ്ങളുടെയും നിഗൂഢതകളുടെയും കലവറ കൂടിയാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കുതിരയെ കെട്ടിക്കൊണ്ടിരുന്ന കുതിരലായങ്ങളെന്നാണ് ഇപ്പോൾ സുമേഷ് ചേട്ടൻ പറഞ്ഞത്. ഇവിടെ കല്ലുകൾ കൊണ്ടിട്ടുള്ള ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ അവശേഷിപ്പുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഏതാണ്ടതാ അത്രയും നീളത്തിൽ ഒരു കെട്ടിടത്തിൻ്റെ അവശേഷിപ്പുകളാണ് ബ്രിട്ടീഷുകാരുടെ കുതിരലായം. ദാ തൊട്ടപ്പുറത്തായി കടുവ പിടിച്ച ഒരു കാട്ടുപോത്തിൻ്റെ തലയൂട്ടിയിരിക്കുന്നു. നല്ല പഴക്കമുണ്ട്, കാരണം അതിൻ്റെ കൊമ്പുകളൊക്കെ ജീർണിച്ചു തുടങ്ങിയിരിക്കുന്നു. നിലത്ത് ധാരാളം കൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. വെള്ള കൂണുകളാണ്. അത് കഴിക്കാൻ പറ്റാമെന്ന് തോന്നുന്നില്ല. ചേട്ടാ, ഇത് കഴിക്കാൻ പറ്റുന്ന കൂണാണോ? നമ്മളിപ്പോൾ നമ്മുടെ പ്രധാന ട്രക്ക് പാത്തിൽ നിന്ന് മാറി ഒരു ചെറിയ ഇടവഴി കൂടെ കയറി വന്നിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്ന ഒരു കെട്ടിടം കാണാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. ചെറിയ വഴിയാണ്. ഓ, അങ്ങോട്ടിറങ്ങാമോ? ഇത് പണ്ട് ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്ന കെട്ടിടമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ സത്യത്തിൽ ആ കെട്ടിടത്തിലേക്ക് ഏതാണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം കരിങ്കല്ല് കൊണ്ട് കെട്ടിട്ടുള്ള കെട്ടിടമാണ്. കരിങ്കല്ലും സിമെൻ്റാണോ അതോ പണ്ടത്തെ എന്തോ ഒരു മിശ്രിതമാണോ എന്നറിയില്ല. ഏതായാലും നല്ല ബലവത്തായ കെട്ടിടമാണ്. മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുകയാണ്. ഇത് ചുണ്ണാമ്പൊക്കെ കൂടെ ചേർത്തുള്ള സുർക്കി എന്ന് പറയുന്നൊരു മിശ്രിതം ഉണ്ടല്ലോ. നമ്മൾ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചു എന്ന് പറയുന്ന ആ മിശ്രിതം, അതുപയോഗിച്ചിട്ടാണ് ഈ കെട്ടിടം പണിഞ്ഞിട്ടുള്ളത്. ഒരു 100 കൊല്ലമെങ്കിലും ആകാനാണ് സാധ്യത. എങ്കിലും ആ കെട്ടിടത്തിൻ്റെ ഇപ്പോഴുള്ള ഭാഗത്തിൻ്റെ ഉറപ്പ് നിങ്ങൾ നോക്കൂ. നമ്മൾ തെന്മലയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് കാട്ടിക്കൂടെ ഇവിടെ നിരപ്പുപാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റാണ്. ഇവിടെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. കമ്പക്കാട്ടിലേക്ക് പോകുന്നൊരു വലിയ മലയാണ് മുകളിൽ കാണുന്നത്. നിങ്ങളെ ആ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം. ഇവിടെ വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് റിസർവോയറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. യെസ്, ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ്. ഇവിടെ ഇപ്പോൾ ഉച്ച സമയമാണെങ്കിലും നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ക്ഷീണമൊന്നും അറിയുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല കാറ്റാണ്. അതിങ്ങനെ മാറി മാറി നല്ല കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. നമുക്കിങ്ങനെ ഈ റിസർവോയറിൻ്റെ കാഴ്ചയൊക്കെ കണ്ട്, ഈ കമ്പക മലയുടെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഞങ്ങളുടെ ട്രെക്കിംഗ് ടൈമിൽ
5 പേരാണുള്ളത്. ഇത് സുമേഷ് ചേട്ടൻ ഞങ്ങളുടെ ഗൈഡാണ്. ഇത് ഞങ്ങളോട് വേറെ ഒരു ടീമുണ്ട്, അവരോട് വന്നിട്ടുള്ള ഗൈഡാണ്. ചേട്ടൻ്റെ പേരെന്താ? കായംപിള്ള. ഓക്കെ. ഇത് അനുവാണ്. ഹായ്. ഹലോ. ഇത് ഞങ്ങളുടെ ആശാൻ. ഇത് പ്രേമൻ. ഇത് ദ ഗ്രേറ്റ് സജി. ഈ പാറയിലുമൊക്കെ ആനപ്പിണ്ടം കിടപ്പുണ്ട്. കുറേ നാൾ പഴക്കമുള്ള ആനപ്പിണ്ടമാണ്. ഇവിടെയൊക്കെ നല്ലപോലെ മൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ആനയും കാട്ടുപോത്തും ഒക്കെ ഈ ഭാഗത്ത് ധാരാളം വരാറുണ്ടെന്ന് സുമേഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു. നമുക്കിനി കുറച്ച് നേരം വിശ്രമമാണ്. നമ്മളേതാണ്ട് 5 കിലോമീറ്ററാണ് ഇപ്പോൾ കാട്ടിക്കൂടെ ട്രെക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് നമുക്ക് ഈ യാത്രയുടെ ഭാഗമായിട്ട് വെള്ളവും അതോടൊപ്പം തന്നെ ചെറിയ സ്നാക്സും ഒക്കെ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഇവിടെ റെസ്റ്റ് ചെയ്യണം. ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ കണ്ടു കാണും, എൻ്റെ കയ്യിൽ നിറച്ച് അപ്പൂപ്പന്താടികളാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ അപ്പൂപ്പന്താടികൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും അപ്പൂപ്പന്താടികൾ കാണുന്നത് ഇവിടെയാണ്. ഞാൻ കുറച്ച് കയ്യിലെടുത്തുന്നുള്ളതേ ഉള്ളൂ. ഇതാ നോക്കൂ, എത്ര സുന്ദരമാണ്. കേട്ടോ, അപ്പൂപ്പന്താടികളാണ്. ആശാൻ്റെ ഒരു അപ്പൂപ്പന്താടി എടുത്ത് ഊതി വിടുക. അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്ത് കരടിപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. കരടിപ്പാറ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കൂടെ ട്രക്കിങ് വന്നിട്ടുള്ള 2 വിദേശികളും കൂടിയുണ്ട്. ജർമ്മനിയിൽ നിന്ന് വന്നവരാണ് അവർ. ഇതാണ് കരടിപ്പാറയുടെ ഒരു വ്യൂ. നല്ല റിസർവോയറിൻ്റെ വളരെ ബ്യൂട്ടിഫുള്ളായ വ്യൂ ആണ്. നിങ്ങൾ നോക്കൂ, എത്ര സുന്ദരമാണ് ഈ കാഴ്ച. ഇവിടെ വ്യത്യസ്തങ്ങളായ ചെടികളൊക്കെ ഇവിടെയുണ്ട്. ഇത് ഓരോ ചെടികളും കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. വളരെ ചെങ്കുത്തായ ഒരു പാറയാണിത്. താഴേക്ക് അത്യാവശ്യം നല്ലൊരു കൊക്കയാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ച അത് അമേസിംഗ് ആണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണ്. നല്ല വെയിലുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം കാറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലൊന്നും അറിയത്തില്ല. നമുക്ക് നല്ലപോലെ ഇവിടെ സമയം ചെലവഴിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള മുൾച്ചെടികളാണ് ഉള്ളത്. നേരത്തെ ഒരെണ്ണം അനുവിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു മുൾച്ചെടി കരിഞ്ഞു. അതെ അതെ അതെ, കഴിഞ്ഞ വേനലിൽ കരിഞ്ഞു. അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കരിഞ്ഞ് കിടക്കുകയാണ്. നല്ല ചൂടുമുണ്ട്, പക്ഷേ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്ഷീണം അങ്ങനെ അറിയുന്നില്ല. ഇവിടെ നിലത്ത് നിരവധി കാകൾ വീണ് കിടപ്പുണ്ട്. ഇതാണ് ആ കാ. ഇതിൻ്റെ പേര് വെടിപ്പിലാവ് എന്നാണ്. വെടിപ്പിലാവിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇത് സിംഹവാലം കുരങ്ങൻ കഴിക്കുന്ന ഒരു കായാണ്. ഇത് ധാരാളം ഈ നിലത്തൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ഒരു കയ്യിൽ ഉൾക്കൊള്ളാവുന്നത്ര വലുപ്പമുള്ളൊരു കായാണിത്. ഒരു വ്യത്യസ്തമായൊരു കാ, കൊള്ളാം. നമ്മളങ്ങനെ കരടിപ്പാറയിൽ നിന്ന് പിന്നെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം കാടിൻ്റെ ഉൾക്കൂടുള്ളൊരു യാത്രയാണ്. നല്ല തണലാണ്. താഴെ നിറച്ച് കരിയിലകളൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ നേരെ പോകുന്ന ഇടിമുഴങ്ങാമ്പാറയിലേക്കാണ്. ഇടിമുഴങ്ങാമ്പാറ എന്ന് പറയുന്നത് നമ്മുടെ റിസർവോയറിൻ്റെ തീരത്തുള്ള ഒരു ക്യാമ്പ് ഷെഡാണ്. അവിടെ നമുക്ക് താമസിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് സെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സൈറ്റിൽ കയറാമെങ്കിൽ ഇടിമുഴങ്ങാമ്പാറയിൽ ഒരു ദിവസം മുഴുവൻ താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യവും അവിടെയുണ്ട്. അതിനുള്ള റേറ്റും ഒക്കെ അതിനകത്ത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ഇടിമുഴങ്ങാമ്പാറയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് നമ്മൾ കയ്യിൽ കരുതിയിട്ടുള്ള ലഞ്ച് നമുക്ക് അവിടെ എത്തിയിട്ട് കഴിക്കാം. അവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ തിരിച്ച് വന്ന വഴിയല്ല, മറ്റൊരു വഴിയിലൂടെ നമ്മൾ തിരിച്ച് ഇറങ്ങിയ സ്ഥലത്തേക്ക് എത്തും. ഇപ്പോൾ ഏതാണ്ട് ഒരു 8 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് ഒരു 6-7 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ മാത്രമാണ് നമ്മളുടെ ട്രെക്കിങ് പൂർത്തിയാവുന്നത്.
മൊത്തത്തിൽ നല്ല ഉണങ്ങി നിൽക്കുന്നൊരു കാട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഈ മുകളിലുള്ള മരങ്ങളൊക്കെ നോക്കി എല്ലാ ഇലകളും പോയിട്ട് സത്യത്തിൽ ഇലകൾ പോയി കഴിഞ്ഞപ്പോൾ അതിനൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ അത്യാവശ്യം 7-8 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 8 കിലോമീറ്ററിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ മൃഗങ്ങളെല്ലാം കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ നല്ല ഉണക്കായതുകൊണ്ട് വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് എല്ലാ മൃഗങ്ങളും താഴെയാണെന്നാണ് ഇപ്പോൾ നമ്മുടെ വാച്ചർമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളങ്ങനെ ഇടിമുഴങ്ങാമ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടത്. ഒരു കൂൺ മരമാണ്. അതായത് ഒരു മരം ഒടിഞ്ഞു വീണിട്ട് അതിൽ നിറച്ച് കൂണുകൾ കിടക്കുന്നു. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതാണ് ഇതാണ് ഞാൻ കൂൺമരം എന്ന് സൂചിപ്പിച്ചത്. അതായത് ഈ ഒടിഞ്ഞു വീണ് കിടക്കുന്ന മരത്തിൽ നിറയെ അങ്ങേ അറ്റം വരെ കൂണുകളാണ്. നോക്കിയേ, നല്ല ഭംഗിയില്ലേ? അങ്ങ് താഴേക്ക് കിടക്കുകയാണ്. നമ്മൾ ദൂരെ നോക്കിയാൽ ഇതാ ഇങ്ങനെയായിരിക്കും കാണുക. ഇതാ ഈ കാണുന്നതാണ് മുട്ടിപ്പഴം. മുട്ടിപ്പഴത്തിൻ്റെ പൂവാണ്. ഇതാ ഈ മരത്തിൻ്റെ മൂട്ടിൽ തന്നെയാണ് അതിൻ്റെ പൂവും, അത് കഴിയുമ്പോൾ അതിൻ്റെ കായും വരുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മൂട്ടിൽ തന്നെ കായ ഉണ്ടാകുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മൂട്ടിൽ തന്നെ കായ ഉണ്ടാകുന്നതുകൊണ്ടാണ് മുട്ടിപ്പഴം എന്ന് പറയുന്നതെന്നാണ് ഞാൻ. അതായത് മോള് വരെയുണ്ട്. നല്ല രസമാണ് അത് കാണാൻ. ഇതാ ഇവിടെ നമ്മളൊരു വലിയ മരം കാണുകയാണ്. ആ മരത്തിൻ്റെ വലിപ്പം നമ്മുടെ ഈ ഫ്രെയിമിൽ ഉൾക്കൊള്ളുന്നില്ല. ഇതിൽ ഫ്രെയിം നിൽക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം അനുമാനിക്കുന്നു. ഇതാ ഇത്ര വലുപ്പമാണ്. ഇതിലൊരു മുറിയുടെ അത്രയും വലുപ്പമുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മളങ്ങനെ കാട്ടിക്കൂടെ യാത്ര ചെയ്ത് ഇടിമുഴങ്ങാമ്പാറ ക്യാമ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിയാൽ റിസർവറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കുറേ കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇടിമുഴങ്ങാമ്പാറ ക്യാമ്പ് ഷെഡ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഇടിമുഴങ്ങാമ്പാറ ക്യാമ്പ് ഷെഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇടിമുഴങ്ങാമ്പാറ ക്യാമ്പ് ഷെഡ്. നമുക്ക് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതിങ്ങനെ എപ്പോഴും താഴേക്ക് വീണുകൊണ്ടിരിക്കും. ഇതാ ഇവിടെ റിസർവറിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു നല്ല വ്യൂ ആണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ക്ലൈമറ്റ് കുറേ കൂടി തണുപ്പിലേക്ക് വരും. ആ സമയത്ത് ഒരു നല്ല അന്തരീക്ഷമായിരിക്കും ഇവിടെ താമസിക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്കിവിടെ ഒരു നൈറ്റ് താമസിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേറെ താരിഫൊക്കെ ഉണ്ട്. നമുക്ക് സൈറ്റിലത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ നല്ല ആഴത്തിലുള്ള ട്രെഞ്ച് നിർമ്മിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2 ആൾ താഴ്ചയുള്ള ട്രെഞ്ചാണ്. അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടി കടന്നിട്ട് വേണം നമുക്ക് ക്യാമ്പ് ഷെഡിലേക്ക് എത്താൻ. ഇതാണ് ഇടിമുഴങ്ങാമ്പാറ ക്യാമ്പ് ഷെഡ്. അങ്ങനെ ഇടിമുഴങ്ങാമ്പാറ ക്യാമ്പ് ഷെഡിൽ നിന്നും വീണ്ടും നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നല്ല കയറ്റമാണ്. യാത്ര തുടങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്തായി ഒരു മരം കണ്ടു. കറുത്ത കുന്തിരിക്കത്തിൻ്റെ മരമാണ്. വനവാസികൾ ഇത് ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് വിപണികളിൽ എത്തിക്കുന്നത്. നമുക്ക് ആനയെ കാണാൻ സാധിച്ചില്ലെങ്കിലും ആന വന്നതിൻ്റെ നല്ല അടയാളങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഈ ചെളിയിൽ ആന നടന്ന് പൊതഞ്ഞേക്കുന്ന ആനയുടെ കാൽപ്പാടുകളാണ് ഇതായി കാണുന്നത് മുഴുവൻ.
നിങ്ങൾക്ക് ഇതിലൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആനയുടെ കാൽപ്പാടാണ്. നമ്മുടെ കാൽപാദമായി വെച്ചൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇത്രയും വലുതാണ്. നമ്മൾ നിന്ന സ്ഥലത്ത് കുറച്ച് ഫ്രണ്ടിൽ അല്പം മുമ്പ് വരെ ആന ഉണ്ടായിരുന്നു. നമ്മൾ ഈറ്റക്കാടിൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന തൊട്ട് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഞങ്ങൾ സത്യത്തിൽ ഈറ്റക്കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആന ഉണ്ടോ നോക്കിയാണ് പോകുന്നത്. നല്ല കയറ്റമായതിനാൽ അത്യാവശ്യം പതുക്കെ മാത്രമാണ് പോകുന്നത്. ഇങ്ങനെ കയറ്റം കയറി മുകളിലെത്തിയപ്പോഴാണ് മുമ്പേ പോയ ഗൈഡ് മുകളിലൊരു ആന നിൽപ്പുണ്ട് എന്ന വിവരം തന്നത്. ഞങ്ങൾ വളരെ സൂക്ഷിച്ച് ഏറെ നേരം കാത്തിരുന്ന് അങ്ങോട്ടേക്ക് എത്തി. ഞങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞിട്ടാകണം അവ കാടിനുള്ളിലേക്ക് വലിഞ്ഞു. ചുറ്റും ഈറ്റക്കാടാണ്. പല വശങ്ങളിലേക്ക് ആന കയറിയതിനാൽ എവിടെയാണ് എന്നറിയാത്ത സാഹചര്യമാണുള്ളത്. ഈറ്റക്കാടിനുള്ളിലൂടെ വേണം ഞങ്ങൾക്ക് തിരികെ ഇറങ്ങേണ്ടത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈറ്റക്കാട്ടിൽ കൂടി തന്നെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ഈറ്റക്കാട്ടിലൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഈറ്റക്കാട് കഴിഞ്ഞിരിക്കുന്നു. ആനയെ കാണാൻ സാധിച്ചില്ലെങ്കിലും പലയിടങ്ങളിൽ നിന്ന് വള്ളിയും ചില്ലയും ഒക്കെ വലിച്ചു പറിക്കുന്ന ശബ്ദം കേൾക്കാം. ഇതുപോലെ വളരെ ക്ലോസ്ഡ് ആയ ഒരു സ്ഥലത്ത് ആനയെ കാണുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ചാർജ് ചെയ്ത് വന്നാൽ പോലും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സ്ഥലം കിട്ടിയെന്ന് വരില്ല. ഏതായാലും ഞങ്ങൾ നടന്ന് തിരികെ റോഡിലെത്തി. നമ്മൾ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ അരികിൽ നിന്ന് കയറി ആര്യങ്കാവ് ഭാഗത്താണ് വന്നിറങ്ങുന്നത്. ഇവിടെ നിന്ന് ബസ്സിൽ കയറി തെന്മല എക്കോ ടൂറിസം പോയിന്റിൽ എത്തിച്ചേരാവുന്നതാണ്. മണ്ണാന്തുറ ട്രക്കിംഗ് ഒരു അടിപൊളി അനുഭവമാണ്. നല്ലതുപോലെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന കായികക്ഷമതയുള്ളവർ മാത്രം 6 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രക്കിംഗ് എടുക്കുന്നതാണ് നല്ലത്. 1 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ദൈർഘ്യമുള്ള മറ്റ് പാക്കേജുകളും ഇവിടെ അവൈലബിൾ ആണ്. എപ്പോഴും പറയുന്നത് പോലെ ആനിമൽ സൈറ്റിംഗ് നമ്മുടെ ലക്ക് കൂടി ആശ്രയിച്ചിരിക്കും. ഏതായാലും കാടിനെ അറിഞ്ഞ് വന്യജീവികളെ കണ്ട് ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ട്രക്കിംഗ് പാക്കേജുകൾ എടുക്കാവുന്നതാണ്. പാക്കേജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ജി ട്രയൽസിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. കൂടുതൽ യാത്രകളും വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം.